AI ഉള്ളടക്കങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ IT നിയമം ഭേദഗതി ചെയ്തു. AI ഉപയോഗിച്ച് നിർമ്മിച്ച ഉള്ളടക്കങ്ങളിൽ അക്കാര്യം വ്യക്തമായി രേഖപ്പെടുത്തണം. സമൂഹ മാധ്യമങ്ങളിൽ കൃത്രിമ ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഉപയോക്താവ് പ്രസ്താവന നൽകണം. ആധികാരികത ഉറപ്പാക്കാൻ ആവശ്യമായ സാങ്കേതിക സംവിധാനങ്ങൾ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കണം. പുതിയ ഭേദഗതികൾ ഈ മാസം 20 മുതൽ പ്രാബല്യത്തിൽ വരും. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. നോബൽ, ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ വേണം എന്നുള്ള ആവശ്യവും അതിശക്തമായി ഉയർന്നു വരുന്നുണ്ടായിരുന്നു. സമീപകാലത്താണെങ്കിൽ ചില പ്രധാനപ്പെട്ട ബോളിവുഡ് താരങ്ങൾ തന്നെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുന്നതും നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാവുന്നു. IT നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ. വിവരങ്ങൾ നോബൽ മാരിക്കാരൻ. റിജിത്ത്, ആര്യ, AI സാങ്കേതിക വിദ്യ തരത്തിൽ ദുരുപയോഗം ചെയ്തൊരു കാലഘട്ടമാണ്. പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇതിനോടൊപ്പം തന്നെ വരികയും ചെയ്ത സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഉള്ളടക്കങ്ങളുടെ ദുരുപയോഗം തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ട് IT നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഈ മാസം 20-ാം തീയതി മുതൽ ഈ ഭേദഗതികൾ എല്ലാം പ്രാബല്യത്തിൽ വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുതിയ നിയമപ്രകാരം കൃത്രിമമായി നിർമ്മിച്ച ഉള്ളടക്കങ്ങളിൽ അക്കാര്യം കൃത്യമായി പറയണം എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ കൃത്രിമ ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഉപയോക്താവ് പ്രസ്താവന നൽകണം. നിയമവിരുദ്ധമായും അതോടൊപ്പം അസ്ഥിര ഉള്ളടക്കം ഉള്ളതുമായ ഈ കണ്ടന്റുകൾക്കെതിരെ നിയമ നടപടി അടക്കം ഉണ്ടാകും എന്നും വ്യക്തമാകുന്നു. ശബ്ദവും ദൃശ്യവും രണ്ടും ചേർന്നുള്ള ഉള്ളടക്കങ്ങൾക്ക് ഡീപ് ഫേക്കുകൾ നിയമം ബാധകമായിരിക്കും എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും നേരത്തെ തന്നെ ഇത്തരത്തിൽ AI ഉള്ളടക്കം, പ്രത്യേകിച്ച് അസ്ഥിര ഉള്ളടക്കങ്ങളടക്കം നീക്കം ചെയ്യണമെന്ന് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളോട് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നിപ്പോൾ 3 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശത്തിൽ നീക്കം ചെയ്യണമെന്ന കർശന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയ സാഹചര്യം കൂടിയുണ്ട്. എന്താണെങ്കിലും വലിയ തരത്തിൽ AI ദുരുപയോഗം നടക്കുന്നു എന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു ഭേദഗതി അതിവേഗത്തിൽ നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാക്കിയിരുന്നു. ഇനിയിപ്പോൾ AI മാനദണ്ഡങ്ങൾ, പ്രത്യേകിച്ച് പുതിയ ഭേദഗതി വരുന്നതോടെ ഇത്തരത്തിൽ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ കർശന നിയന്ത്രണവും ഒപ്പം കർശന നടപടിയും ഇത്തരത്തിൽ ഉള്ള കണ്ടന്റുകൾക്ക് എതിരെ ഉണ്ടാകും എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ശരി, നോബൽ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.